നമസ്കാരം, ഞാൻ ഷീജ നെടിയാക്കൽ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചെയ്യാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് വെജിറ്റബിൾ ബിരിയാണിയാണ്. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് എല്ലാവരും അത് കാണണം. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് കിടക്കാം. നമ്മൾ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. വെള്ളം നമുക്കൊന്ന് തിളയ്ക്കണം. തിളച്ചിട്ട് വേണം നമുക്ക് അരി ഇടാൻ. അരി 1 കിലോ അരിയുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ അരിയാണിത്. കുതിർത്ത അരിയാണിത്. ഇത് ഒരു 10-15 മിനിറ്റത്തെ വേവ് കാണും. നമുക്ക് എന്നിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. നമുക്ക് അതിനകത്തോട്ട് ഈ തക്കോലും കറുവപ്പട്ട ഏലക്കയും കുറച്ച് ഒരു 5-6 കുരുമുളകും പെരുംജീരകവും നമുക്ക് അതിനകത്തോട്ടിടാം. നമുക്കിനി അരി കുതിർത്ത് വെച്ചേക്കുന്ന അരിയാണ്. നമുക്കതിന് അരി ഇട്ട് കൊടുക്കാം. കഴുകി വെള്ളം ഒഴിച്ചിട്ടിരുന്ന് അത് കുതിരാൻ വേണ്ടിയിട്ട്. നമ്മളിത് കരിയാപ്പിലയും മല്ലിയിലയും പുതിനയിലയും കൂടാണ്. അത് 5-6 ഇട്ടേക്കുവാണ് നമ്മൾ ഇതിനകത്തോട്ട്. നമുക്ക് അല്പം ഉപ്പൂടെ ചേർക്കാം. ഉപ്പ് ഒരു നമ്മൾ വെള്ളത്തിലേക്ക് ഉപ്പിടുന്നത്, അപ്പം കുറച്ചുകൂടി ഉപ്പ് വേണം. നല്ലൊരു സ്പൂൺ ഉപ്പെങ്കിലും വേണം. സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നത്. അത് ചോറ് നമ്മൾ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ ചേർക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് തവിയിട്ടൊന്ന് ഇളക്കാം. ഒരു 10-15 മിനിറ്റത്തെ വേവ് കാണും. കാരണം എന്ന് പറഞ്ഞാൽ ഇത് കുതിർന്ന അരി ആയതുകൊണ്ട് ഒരു 10-15 മിനിറ്റ് മാത്രമേ എടുക്കത്തുള്ളൂ. ചെറിയ അരിയുണ്ട്. ഇത് നമുക്ക് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാകുന്ന ചെറിയ സൈസ് അരിയുണ്ട്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ വലിയ അരിയാണ്. ഇത് നമുക്കത് 10-15 മിനിറ്റ് കഴിയുമ്പോൾ വേവട്ടെ. നമുക്ക് പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിനാവശ്യമായ സാധനം എന്ന് പറയുന്നത് നമുക്ക് 2 സവാളയാണ്, 1 കിഴങ്ങ്, 2 ക്യാരറ്റ്, കുറച്ച് ബീൻസ്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, തക്കാളിയുണ്ട്, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, പുതിനയില, മല്ലിയിലയൊക്കെ ഉണ്ട്, ഇഞ്ചി ചതച്ചത്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. ഇത്രയാണ് നമ്മുടെ സാധനങ്ങൾ. നമുക്ക് ആദ്യം ഈ മുന്തിരിങ്ങയും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. മുന്തിരിങ്ങ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കതിന് കോരിയെടുക്കാം. നന്നായിട്ട് ഇതായിട്ട് വന്നിട്ടുണ്ട്. നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം. നമ്മളത് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ അത് നമ്മൾ കോരി മാറ്റിയിട്ടുണ്ട്. ആ എണ്ണയിലോട്ട് നമുക്ക് എന്താ ചെയ്യാം, 2-3 ഏലയ്ക്കും കറുവപ്പട്ട, തക്കോല, ആ ലീഫ്, അതിൻ്റെ ഒരു ഇലയുണ്ടല്ലോ, അത് നമുക്ക് അങ്ങോട്ട് ഇടാം. അതിനകത്തോട്ട് നമുക്ക് ഈ സവാളയും കൂടി ഇടാം. ഒരുപാട് വേവേണ്ട ഈ സവാള, ചെറുതായിട്ടൊന്ന് വഴണ്ടാൽ മതി. ഒരുപാട് വേണ്ട. അതിനകത്തോട്ട് നമുക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർക്കാം. നമുക്ക് അതിനകത്തോട്ട് ഈ കിഴങ്ങും ക്യാരറ്റും കൂടെ അങ്ങ് ചേർക്കാം. അതിനുശേഷം നമുക്ക് അതിനകത്തോട്ട് ഈ 2 പച്ചമുളക് ചേർക്കാം. ഈ ബീൻസ് കൂടെ നമുക്ക് അങ്ങ് ചേർക്കാം. നമുക്ക് ഇതിനകത്തോട്ട് ഈ പച്ചക്കറിക്കകത്തൊന്ന് ഒന്ന് വേവാനെടുത്ത് അതിനകത്ത് ഉപ്പൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർക്കാം. ഇളക്കാനിട്ട് ഒരുപാട് വേവില്ല ഈ പച്ചക്കറിക്കൊന്നും, അതിനുവേണ്ടി വേവില്ല. നമുക്ക് എത്ര പച്ചക്കറി വേണമെങ്കിൽ അത്രയും നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കുറച്ചേ ഉള്ളെങ്കിലും അത് പ്രശ്നമില്ല. അപ്പം കിഴങ്ങില്ല, ബാക്കി ബീൻസോ ക്യാരറ്റോ അങ്ങനെ സവാളയൊക്കെ ഇട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ വേണം നമുക്ക് എത്ര പച്ചക്കറി വേണം നമുക്ക് അത്ര ഉപയോഗിക്കാം.
തോന ഉപയോഗിക്കുക അതിനകത്ത് കോളിഫ്ലവർ ചേർക്കാം. എനിക്ക് കോളിഫ്ലവർ ചേർക്കാൻ കഴിക്കാൻ പറ്റില്ല, കാരണം എനിക്ക് തൈറോയ്ഡ് ഉണ്ടായത് കോളിഫ്ലവർ ചേർക്കാൻ പറ്റത്തില്ല. ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ്. ഈ വെജിറ്റബിൾ ബിരിയാണി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കുന്നതിനൊക്കെ നല്ലതാണ്. ഒരുപാട് വെജിറ്റബിൾസ് ചേർന്നതിന് വെജിറ്റബിൾ ബിരിയാണി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഓൾറെഡി കുട്ടികളൊന്നും വെജിറ്റബിൾ കഴിക്കാത്ത കുട്ടികളാണ്. ഒരുമാതിരി ആയിട്ടുണ്ട്. ഒത്തിരി വേവണ്ടല്ലോ, ഒരു അര വേവ് ഇത് ആയാൽ മതി. ഞാൻ ഈ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് കുതിർത്ത് വേവിച്ച് വെച്ചാണ് ഈ ഗ്രീൻ പീസ്. നമുക്ക് അതുകൂടി ഇതിനകത്തോട്ട് ഇടാം. നമുക്ക് ഞാൻ ഇളക്കിയിട്ട് നമുക്ക് ഞാൻ ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് വേവിക്കണം. ഒന്ന് അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് വേവും. അതിന് ശേഷം നമുക്ക് മസാലകൾ ചേർക്കാം. ഒന്ന് അടച്ച് വെക്കാം. നമ്മൾ അരി വെന്ത് നമ്മൾ കോരി വെച്ചിട്ടുണ്ട്. നല്ല രീതിയിലാണ് അരി വെന്തേക്കണ്ട്. നല്ല അരി വെന്ത് നന്നായിട്ട് നമ്മൾ ഒരു പാത്രത്തിലോട്ട് കിഴുത്തിലുള്ള പാത്രത്തിൽ കോരി വെച്ചിട്ടുണ്ട്. അവിടെ അങ്ങനെ ഇരിക്കട്ടെ. നമുക്കിനി പച്ചക്കറി ഒന്ന് മസാലയൊക്കെ ഇട്ടൊന്ന് റെഡിയാക്കാം. മസാല റെഡി ആയിട്ടുണ്ട്. വെള്ളം എല്ലാം പറ്റി, വെള്ളം ഒട്ടും ചേർത്തിട്ടില്ലായിരുന്നു. ശകല എണ്ണ തന്നെ ഉള്ളു. പച്ചക്കറി നന്നായിട്ട് പച്ചക്കറി വെന്തിട്ടുണ്ട്. ഒരു ശകലം പോലും വെള്ളമില്ലായിരുന്നു. നമുക്കിനി ഇതിനകത്തോട്ട് മസാലകളൊക്കെ ഒന്ന് ചേർക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം, 1 സ്പൂൺ മുളക് പൊടി ചേർക്കാം. നമുക്ക് എന്നിട്ട് ഒരു 1/4 സ്പൂണോളം കുരുമുളക് പൊടി ചേർക്കാം. 1/4 സ്പൂണ് നമുക്ക് ഗരം മസാലപ്പൊടി ചേർക്കാം. നമുക്കൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ നമുക്ക് ചേർക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടാൽ കയർക്കാതെ മഞ്ഞൾപ്പൊടി 1/4 സ്പൂണാണ് ചേർത്തേക്കുന്നത്. നമുക്കൊന്ന് ഇതിനകത്തൊട്ടൊന്ന് മിക്സ് ആക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കാം. അതിനകത്തോട്ട് നമ്മൾ ഈ തക്കാളി തന്നെ പെട്ടെന്ന് വെന്ത് പോകുന്നൊരു സാധനം ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂട്ടത്തിയിട്ട് വേവിച്ചില്ല. ഇനിയൊന്ന് നമുക്കൊന്ന് ചെറുതൊന്ന് വഴറ്റി എടുത്താൽ മതി. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്നൊന്ന് വഴണ്ട് വന്നാൽ മാത്രം മതി. പെട്ടെന്ന് വെന്ത് പോകും. അതുകൊണ്ടാണ് അതിൻ്റെ കൊടുത്തിട്ട് വേവിക്കാഞ്ഞത്. ഇനി നമുക്ക് അതിലൂടെ ഒന്ന് വഴറ്റി എടുക്കാം. അങ്ങനെ നമ്മുടെ പച്ചക്കറി റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ വേവിച്ച് വെച്ച അരിയും ഇതുകൂടെ നമുക്കൊന്ന് ദമ്മാക്കണം, ഒന്ന് കൂട്ടിച്ചേർക്കണം. പിന്നെ നമുക്ക് ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ നോക്കാം, വെന്തോ ഇല്ലെന്ന് നോക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ല നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഉപ്പെല്ലാം കറക്റ്റാണ്. ചോറിന് നമ്മൾ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇതിന് ഉപ്പാകുമ്പം കറക്റ്റ് ഉപ്പായിരിക്കും. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് കൂട്ടിച്ചേർത്ത് വെക്കണം. എല്ലാം റെഡിയാക്കണം. തീ നമ്മൾ ഓഫ് ചെയ്യുവാണ്. ഒരു പാത്രത്തിലോട്ട് ദം ചെയ്ത് വെക്കാം. നമുക്കിനി ഈ പാത്രത്തിലൊന്ന് ദം ചെയ്യാം. നമ്മൾ ഈ ഇട്ട പച്ചക്കറികളൊക്കെ നമുക്ക് ഇവിടെ തട്ടിയിടാം. നമുക്കൊന്ന് ചിക്കിയിടാം. അതിനകത്തോട്ട് നമുക്ക് ഈ ചോറ് തട്ടിയിടാം. നമുക്കതിനകത്തോട്ട് ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ അങ്ങിടാം. നമുക്കതിനകത്തോട്ട് ഈ കുറച്ച് നെയ്യാണ് മെയിനായിട്ട് വേണ്ടുന്നത്. നമുക്ക് കുറച്ച് നെയ്യിടാം. നെയ്യ് കട്ടിയായിട്ടിരിക്കുവാണ്. ഫ്രിഡ്ജിൽ ഇരുന്ന നെയ്യാണിത്. എത്രയും നെയ്യ് നല്ലതാണ്. ഈ മല്ലിയിലയും പുതിനയിലും നമുക്ക് ഇട്ട് വെക്കാം. നമുക്കൊന്ന് ദം ചെയ്യണം. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഇത് നമുക്ക് ദമ്മായി നോക്കാം. ദമ്മായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഇളക്കണം. ഇത് ഇങ്ങനെയാണ് വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. ഉപ്പും എല്ലാം അടിയിൽ തന്നെ എല്ലാം നമ്മൾ കൂട്ടിച്ചേർത്ത് ഇതിനകത്ത് ആക്കണം. കണ്ടോ?
ഒരു കറിയില്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് വെജിറ്റബിൾ ബിരിയാണി. ഇനി പ്രത്യേകിച്ച് സലാഡും പപ്പടവും ഒക്കെ ആണെങ്കിലും നല്ല ടേസ്റ്റാണ്. പക്ഷെ ഒന്നുമില്ലെങ്കിലും നമുക്ക് ഈ വെജിറ്റബിൾ ബിരിയാണി കഴിക്കാം. ഇങ്ങനെ രണ്ടും കൂടെ മിക്സ് ചെയ്യണം. ഇത് കറിയെല്ലാം കൂടെ മിക്സ് ചെയ്യണം. ഉണ്ടോ? ഇതാണ് നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി. നല്ല ടേസ്റ്റാണ്. ഒരു കറി ഇല്ലാതെ തന്നെ നമുക്ക് ഈ വെജിറ്റബിൾ ബിരിയാണി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു കറി പോലും വേണ്ട, നല്ല ടേസ്റ്റാണ്. ഉപ്പും എല്ലാം നല്ല പാകത്തിനുണ്ട്. ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.